നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ പിന്നാലെ ഈ കൂട്ടരാജിയിലും അമ്മയിൽ ഭിന്നത ഉടലെടുത്തിരുന്നു. ഇതിനെല്ലാം ഒടുവിൽ മോഹൻലാൽ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലുണ്ടായ വിവാദങ്ങൾക്കിടെ നടൻ മോഹൻലാൽ ആദ്യമായിട്ടാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ചാണ് മോഹൻലാൽ മാധ്യമങ്ങളുമായി സംസാരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇതാദ്യമായാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. പുലർച്ചെയോടെ തിരുവനന്തപുരത്തെത്തുന്ന മോഹൻലാൽ തലസ്ഥാനത്ത് 4ഓളം പരിപാടികളിൽ ശനിയാഴ്ച പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഉച്ചയ്ക്ക് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ച് ചടങ്ങിന് ശേഷമാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അറിയിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ വിവരങ്ങൾ അറിയിക്കാൻ നേരത്തെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മാധ്യമ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് മോഹൻലാൽ. മന്ത്രി അബ്ദുൾ റഹ്മാനാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥി. ടീമുകളെ പരിചയപ്പെടുത്തൽ, ട്രോഫി അനാവരണം തുടങ്ങിയവയൊക്കെ നടക്കും. വൈകിട്ട് നിശാഗന്ധിയിൽ നടക്കുന്ന പരിപാടിയിൽ കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ചുള്ള പുരസ്കാരവും മോഹൻലാൽ ഏറ്റുവാങ്ങും. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ ശ്രീ മോഹനം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കുന്നത്. 5:30 പരിപാടി. ബേബി ജോൺ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള സ്മരണ തീരം അനുസ്മരണ പരിപാടിയിലും മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തും. 2:30 വഴുതക്കാട് സുബ്രഹ്മണ്യ ഹാളിലാണ് ഈ പരിപാടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ദിവസങ്ങളോളം പ്രതികരിക്കാതിരുന്ന ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് വേണ്ടി ഒടുവിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് മാധ്യമങ്ങളുമായി ഒടുവിൽ സംസാരിച്ചത്. സംഘടനയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നാലെ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം സംഘടനാ ഭാരവാഹിത്വം രാജിവെക്കുകയായിരുന്നു. പിന്നാലെയായിരുന്നു മോഹൻലാൽ ഉൾപ്പെടുന്ന 17 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അമ്മ താരസംഘടനയിൽ നിന്നും കൂട്ടരാജി വെച്ചതും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.